കോഴിക്കോട് വടകരയില് 9 വയസ്സുകാരി ദിൽഷാനയെ കോമ സ്റ്റേജിലാക്കിയ വാഹനാപകടത്തില് നിർത്താതെ പോയ വാഹനം കണ്ടെത്തി. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര പുറമേരി സ്വദേശി ഷെജീലിന്റേതാണ് കാര്. അപകടത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ നാട്ടിലെത്തിക്കാന് നടപടി ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. അപകടം നടന്ന 10 മാസത്തിന് ശേഷമാണ് വാഹനം കണ്ടെത്തുന്നത്. അപകടശേഷം വാഹനത്തിന് രൂപമാറ്റം നടത്തിയിരുന്നു. 50,000 പോണ വിളികളും 19,000-തോളം വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇപ്പോള് വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. മതിലില് ഇടിച്ച കാര് ഇൻഷുറൻസ് ചെയ്യാന് ശ്രമിച്ചപ്പോഴാണ് വാഹനം ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെയാണ് പ്രതിയിൽ എത്തിച്ചേർന്നത്. അപകടത്തിന് ശേഷം ഇയാള് തെളിവ് നശിപ്പിക്കാന് ശ്രമിച്ചിരുന്നുവെന്ന് കോഴിക്കോട് റൂറൽ എസ്.പി. നിതിന് രാജ് വ്യക്തമാക്കി. ഫെബ്രുവരി 17-നാണ് ദേശീയപാത വടകര ചോറോഡില് അപകടം നടക്കുന്നത്. സംഭവത്തില് കുട്ടിക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും കുട്ടിയുടെ മുത്തശ്ശി മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇരുവരെയും ഇടിച്ചുവീഴ്ത്തിയ കാര് നിർത്താതെ പോകുകയായിരുന്നു. പിന്നീട് അന്വേഷണ സംഘം കാര് കണ്ടെത്താന് നിരവധി CCTV ദൃശ്യങ്ങള് പരിശോധിച്ചുവെങ്കിലും വാഹനം കണ്ടെത്താനായിരുന്നില്ല. അതേസമയം ഇപ്പോഴും ചികിത്സയില് തുടരുന്ന 9 വയസ്സുകാരിയുടെ ആരോഗ്യനിലയില് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. 6 മാസമായി കോമയിലായ കുട്ടിയുടെ ചികിത്സയ്ക്കായി മെഡിക്കല് കോളേജില് സ്ഥിര താമസമാണ് കുടുംബം.